ഗസയിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങുമോ എന്ന ചോദ്യം പ്രബലമായ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അതിന് കൃത്യമായിരിക്കുന്ന ഉത്തരവുണ്ട്. ഒരിക്കൽ പോലും ചരിത്രപരമായിരിക്കുന്ന ഒരു മണ്ടത്തരം ചെയ്യാൻ അമേരിക്കയുടെ സൈനിക മേധാവികളോ ഭരണകൂടമോ അതിന് ശ്രമിക്കില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഗസയിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങാൻ അവരുടെ കാൽമുട്ട് വിറക്കും എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. പിന്നാമ്പുറം പരിശോധിച്ചാൽ അമേരിക്കൻ സൈന്യം ഇടപെട്ട വിഷയങ്ങളിലൊക്കെ അത് കൃത്യവും വ്യക്തമായിട്ടും പ്രകടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം അതിന്റെ ചരിത്രത്തിന്റെ നാൾവഴിയിലൂടെ അമേരിക്കൻ സൈന്യം എന്തൊക്കെ മണ്ടത്തരം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ. 2003 അമേരിക്കൻ ഇറാഖ് യുദ്ധം അതിൽ പ്രബലമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. എന്തായിരുന്നു അമേരിക്കൻ സൈന്യത്തിന് അവിടെ ഉണ്ടായിരുന്ന റോള്, എന്തൊക്കെയാണ് അമേരിക്കൻ ഗവൺമെന്റ് അവിടെ കാട്ടിക്കൂട്ടിയത്, എന്ത് വിജയം മുന്നേറ്റമാണ് അവർക്ക് ഉണ്ടായത് എന്നുള്ളത്. 2003 മാർച്ച് 20 തുടങ്ങി മെയ് 1 2023 അവസാനിച്ച അമേരിക്കൻ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രഹരമേറ്റത് അമേരിക്കൻ സൈന്യത്തിനാണ്. പിന്നീട് അത് ജോർജ് ബുഷ് തുറന്ന് പറയുകയും ചെയ്തു. അന്ന് ജൂനിയർ ജോർജ് ബുഷാണ് ഭരണത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഏതൊരു രാജ്യത്തിന്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാനും ഇനി അമേരിക്കൻ സൈന്യം നേരിട്ട് പങ്കാളിത്തം വഹിക്കുകയില്ല. 5000-ലധികം സൈനികർ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഭാവിയിൽ അമേരിക്കക്ക് ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ആ രാജ്യത്തിന്റെ അകത്തുള്ള വിമതപക്ഷത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ സംഘടിപ്പിക്കുകയും അവർക്ക് ആയുധങ്ങളോ സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങളോ നൽകിക്കൊണ്ട് രാജ്യത്തിലെ ഭരണവ്യവസ്ഥ അട്ടിമറിക്കാൻ ശ്രമം നടത്തുക ചെയ്യുക മാത്രമാണ് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിലും നാശത്തിന്റെയും നഷ്ടത്തിന്റെയും പ്രയാസത്തിന്റെയും വെളിച്ചത്തിലും ജോർജ് ബുഷ് പറഞ്ഞു. ബസ്ര പ്രദേശം, ഇറാഖിലെ ബസ്രയാണ് ആദ്യം വീണത്. അവിടെ വലിയ ഏറ്റുമുട്ടലുകൾ അമേരിക്കൻ സൈന്യവും ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ സൈന്യവും തമ്മിൽ നടത്തുകയും വലിയ രീതിയിലുള്ള ആൾനാശം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യത്തിന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു ബ്രേക്ക് പോലെ കുറച്ചു കാലം നിന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി ദിവസങ്ങളോളം അമേരിക്ക ആലോചിച്ചു. ബാഗ്ദാദുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്കയിലെ ഇന്റലിജൻസ് അമേരിക്കൻ ഗവൺമെന്റിനെ ബോധിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവർ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒറ്റുകാരെ സൃഷ്ടിച്ചു. സൈനിക മേധാവികളെ അമേരിക്കക്ക് വേണ്ടിയിട്ട് കൂലിപ്പണിയെടുക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി പാരച്ചൂട്ട് ഇറക്കിക്കൊണ്ട് അവർ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ. അതോടൊപ്പം തന്നെ സദ്ദാം ഹുസൈന്റെ ഗവൺമെന്റിലെ ചില പ്രതിനിധികളും കാലുമാറി അമേരിക്കയോടൊപ്പം ചേർന്നു. അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഇറാഖിന്റെ സൈനികർ തയ്യാറായിരുന്നു. രാജ്യത്തിന് വേണ്ടി, ദേശത്തിന്റെ മോചനത്തിന് വേണ്ടി അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിവിശേഷം വന്നു. ഈ കാര്യങ്ങൾ അന്ന് BBC തന്നെ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് സൈനികരെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. സൈനികർ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നതും അവർ അമേരിക്കൻ സൈനികർക്ക് നേരെ നിരന്തരം വെടിയുതിർത്തുന്നതും കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷെ അവരുടെ ഇടയിലൊന്നും ഒരു നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം നേതൃത്വപരമായിരിക്കുന്ന സൈനിക മേധാവികളെയോ അതല്ലെങ്കിൽ ഗവൺമെന്റ് മേധാവികളെയോ അമേരിക്ക മെരുക്കുകയോ അതല്ലെങ്കിൽ ഒറ്റുകാരെ പോലെ അവരെ രക്ഷപ്പെടുത്തുകയോ വലിയ രീതിയിലുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അവരെ അമേരിക്കക്ക് സ്വന്തമാക്കുകയോ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് തെളിയപ്പെട്ടത്. അങ്ങനെ ബാഗ്ദാദിലേക്ക് അമേരിക്കൻ സൈനികർ ഇടിച്ചു കയറിയ സമയത്ത് വലിയ പ്രതിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അത് പൊടുന്നനെ വീണതാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പിന്നീടാണ് 2011 മറ്റൊരു രാഷ്ട്രത്തിൽ അമേരിക്ക ഇടപെടുന്നത്. അത് ലിബിയയിലാണ്. ലിബിയയുടെ കേണൽ ഗദ്ദാഫി എല്ലാ കാലത്തും അമേരിക്കക്ക് തലവേദനയാണ്. പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ചു വീഴ്ത്തിയതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ അളിയന്മാർ അതിൽ പങ്കാളിത്തമുണ്ട്, അവരെ വിട്ടുതൽകണം എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയ കാര്യങ്ങളൊക്കെ നടന്നു. അന്വേഷണത്തിൽ ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗദ്ദാഫിക്ക് പങ്കാളിത്തമില്ല എന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ പോലും അത് അമേരിക്ക സമ്മതിച്ചിട്ടില്ല. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിമതപക്ഷത്തിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഭരണാധികാരിയായിരിക്കുന്ന ഗദ്ദാഫിയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ജോർജ് ബുഷ് മുമ്പ് പറഞ്ഞു വെച്ച കാര്യം പ്രാവർത്തികമാക്കി. എന്താ മുമ്പ് പറഞ്ഞു വെച്ചത്? അമേരിക്കൻ സൈനികർ നേരിട്ട് ഇടപെടുന്ന ഒരു വിഷയ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിനാൽ വിമതപക്ഷത്തിന് എല്ലാവിധ ആയുധങ്ങളും സഹായങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങളെല്ലാം നൽകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത്. ആകാശ നിരീക്ഷണം അമേരിക്ക നടത്തുന്നു. ആകാശ നിരീക്ഷണത്തിൽ നിന്നാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഗദ്ദാഫി രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വീഡിയോ സഹിതം ലഭ്യമാകുന്നു. അവർ താഴെയുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ
ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളൊക്കെ അന്ന് UN സഭയിൽ ഉന്നയിച്ചിരുന്നു. മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കാണ് ഉന്നയിച്ചത്. അവർ പറഞ്ഞ കാര്യം ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നത് അമേരിക്കൻ സൈനികർ തന്നെയാണ് എന്നുള്ളത്. അമേരിക്കൻ സൈനികർ സ്വീകരിച്ചിട്ടില്ല, കാരണം ആ മേഖലയിൽ തങ്ങളില്ലായിരുന്നു, വിമതപക്ഷമാണ് എന്ന് പറഞ്ഞു. വിമതപക്ഷത്തിന് വെടിവെച്ച് കൊല്ലാനുള്ള ധൈര്യം നൽകിയത് അമേരിക്കയുടേതാണെന്നുള്ളത് മറ്റൊരു പത്രം മറ്റു രാജ്യം ആരോപിച്ചു. അങ്ങനെ ആരോപണ പ്രത്യാരോപണത്തിന്റെ വിഷയങ്ങളൊക്കെ ഗദ്ദാഫിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നിരുന്നു. നേരിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്ന് UN സഭ പറഞ്ഞിരുന്നു. പിന്നെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, മുൻപ് അമേരിക്ക പറഞ്ഞത് നേരിട്ട് കൊണ്ടുള്ള നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കില്ല എന്ന് പറഞ്ഞത് ലിബിയയിൽ അവര് യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. 2021 അഫ്ഗാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 2021 2002 അവിടെ ഭരണം അട്ടിമറിയുന്നത്. 2002 മുതൽ 2022 വരെ 20 വർഷത്തോളം അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. അവർ തങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും. അങ്ങനെ ഇല്ലാതാക്കിയിട്ട് അവിടെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാന പ്രക്രിയ കൊണ്ടുവരും എന്നൊക്കെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അമേരിക്കയുടെ സൈനികർ ഒരുപക്ഷെ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നു. കാരണം അവിടെ വിമതപക്ഷം വലിയ ശക്തിയുള്ളവരായിരുന്നു. ഏത് പോരാട്ടത്തിനും നേരിടാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ യുദ്ധം നടന്നു. 2002 ഭരണം വീഴുന്നു. 2021 ലാസ്റ്റ് വരെ, അത് ഏകദേശം 2022 വരെ അവർ തന്നെ ഭരിച്ചു. ആ പിന്നീട് 2021 ലാസ്റ്റ് 2022 കൂടിയിട്ട് അവിടെ വീണ്ടും താലിബാൻ ഭരണത്തിൽ വന്നു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. ഇത്രയും കാലം തങ്ങൾ കൊണ്ടുവന്ന ആ ഭരണ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് ഇതേ പറയപ്പെട്ട ഭീകരവാദ സംഘടന രാജ്യത്തെ അധികാരം പിടിച്ചെടുക്കുന്നു. ഹമീദ് കർസായി ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 2002 മുതൽ 2014 വരെ. പിന്നീട് അഷ്റഫ് ഖാനി എന്ന് പറഞ്ഞ പുതിയൊരു ഭരണാധികാരി വന്നു. അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനുവേണ്ടി കടുത്ത ശിക്ഷ നൽകിയ, ക്വാണ്ടനാമോ തടവറയിൽ പോലും ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടത് ഈ അൽ ഖ്വയ്ദയുടെയും അതേപോലെ തന്നെ താലിബാന്റെ പ്രതിനിധികളാണ് എന്നൊക്കെ അന്ന് റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ അവര് വീണ്ടും അവിടെ അധികാരത്തിൽ വന്നു എന്ന് പറയുന്നത് ലോകത്തിന് മുൻപിൽ അമേരിക്കക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയ കാര്യമാണ്. അങ്ങനെ തന്നെയല്ല അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ, ഭരണം താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് 25,000-ഓളം സൈനികർ, US-ന്റെ സൈനികർ അഫ്ഗാനിലുണ്ടായിരുന്നു. പിന്നീട് അവരെ ജീവനോടുകൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ കഠിന ശ്രമം അമേരിക്ക നടത്തേണ്ടി വന്നു. പിന്നെ അതിൽ ഖത്തർ ഇടപെട്ടു. താലിബാനും ഖത്തറും തമ്മിൽ ചർച്ച ചെയ്തു. അങ്ങനെയെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലും യഥാർത്ഥത്തിൽ ഭീകരവാദികളാണ് എന്ന് പറയപ്പെട്ട താലിബാനോടൊപ്പം ചേർന്നുകൊണ്ട് അമേരിക്കയുടെ പ്രതിനിധികൾക്ക് ചർച്ച നടത്തേണ്ടി വന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ പരാജയം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നടപടിക്രമങ്ങളൊക്കെ നേർക്കുനേരായിട്ടില്ലെങ്കിൽ നാണം കെട്ട പരാജയം പല ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. 1955 വിയറ്റ്നാം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിന്റെ ഇടയിൽ കൂടെ പരാമർശിച്ച് പോകേണ്ടതാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ ആദ്യ ഘട്ടത്തിലൊക്കെ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള വിജയമുണ്ടായി. അത് ലോകത്തിന് മുമ്പിൽ അവർ അഭിമാനത്തോടു കൂടി പറയുകയും അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ദ്വിറ്റ് ടി എയ്സൻഹോവർ അദ്ദേഹമാണ് തങ്ങളുടെ ഈ വിജയം ശാശ്വതമായിരിക്കുന്ന വിജയമായിട്ട് വിയറ്റ്നാം എന്ന് പറയുന്ന ദേശം തങ്ങളുടെ ദേശത്തോട് കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്കി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളത്. ആദ്യ ഘട്ടത്തിലൊക്കെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമങ്ങളും പ്രതിരോധങ്ങളും വിയറ്റ്നാമി ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായി. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതികളുണ്ടായി. കാണുന്ന സൈനികരെ മുഴുവനും വെടിവെച്ച് കൊല്ലുക, ഇല്ലാതാക്കി ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വിയറ്റ്നാമിലെ ജനങ്ങൾ മാറിയതോടുകൂടി നിൽക്കക്കളില്ലാത്തൊരു സ്ഥിതി വന്നു. 1973 ജനുവരി 27 അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നിന്ന് നാണം കെട്ട് തോറ്റോടി എന്നതാണ് ചരിത്രം. പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനവർ പറയുന്ന കാര്യം, ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ലെബനാൻ ലോകത്തോട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോട് പറഞ്ഞത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തങ്ങളുടെ ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു, തങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും, തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ 67 അവിടെ നിന്ന് ലെബനാൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു ഇസ്രായേലിനോട്. ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, നല്ലൊരു പ്രദേശത്ത് നല്ലൊരു ഭാഗങ്ങളിൽ നിന്ന് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടുന്ന ചിത്രങ്ങളും വീഡിയോസ് പോലും പിന്നീട് ലെബനാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ പോരാടിക്കൊണ്ടേയിരുന്നു, നിലക്കക്കളിയില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ സൈന്യമാണെങ്കിലും അമേരിക്കൻ സൈന്യം ആണെങ്കിലും
പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. അറബ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഈ ട്രംപിന്റെ നിലപാട്, ഗസയിൽ അവരിറങ്ങും, അവരിങ്ങനെ സൈന്യത്തെ ഇറക്കാൻ പോകുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ ഭാഗം പറയുന്നത് 1989 ശേഷം 7 പ്രസിഡന്റുമാർ അമേരിക്കയിൽ ഭരണത്തിൽ വന്നു. ആ ഭരണത്തിൽ വന്ന എല്ലാ പ്രസിഡന്റുമാർക്കും ഏറെക്കുറെ ഒരേ നിലപാടായിരുന്നു. എന്താ നിലപാട്? മറ്റുള്ള മൂന്നാം ലോക രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ എപ്പോഴും കുഴപ്പമുണ്ടായിക്കൊണ്ടേയിരിക്കുക, അവിടെ സാമ്പത്തികം തറക്കുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ അത് രൂക്ഷമാക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഈ പ്രവർത്തികളാണ്. അത് ബുഷിന്റെ കാലത്ത് അങ്ങനെ തുടങ്ങി. ബുഷിന് ശേഷം വന്നിരുന്ന ക്ലിന്റനും അങ്ങനെ തന്നെയാണ്. പിന്നീട് ജോർജ് ബുഷിന്റെ ജൂനിയർ വന്നു, അയാളും അങ്ങനെയാണ്. ഒബാമയും ട്രംപും ബൈഡനും പിന്നീട് ട്രംപ് വന്നപ്പോൾ അവരുടെ നിലപാടുകളൊക്കെ നോക്കുന്ന സമയത്ത് മുസ്ലിം രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖല തകർക്കാനുള്ള ശ്രമത്തിന് അവരെല്ലാ രീതിയിലും ഒത്താശം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കക്ക് നയങ്ങളും നിലപാടും ഒന്ന് തന്നെയാണ്. ആര് പ്രസിഡന്റ് ആയിട്ട് മാറിയാലും അവിടെ നിലപാടിനൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആധിപത്യം കിട്ടണം, അതിന് മൂന്നാം ലോക രാജ്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അവിടെ ആയുധങ്ങൾ വിൽക്കണം, അതിന് ലാഭം കൊയ്യണം, എന്നിട്ട് അസമാധാനത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഗസയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്താണ്? ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന മുഴുവൻ അമേരിക്കയാണ്. പലസ്തീന ഇസ്രായേൽ തമ്മിലുള്ള വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിക്കുന്നത് അതും അമേരിക്കയാണ്. ഇതാണ് അതിന്റെ സ്ഥിതികൾ. അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപരമായ, അസൈനികപരമായ, സാമ്പത്തികപരമായ മുതൽ മുടക്കിയിട്ട് കാലോചിതപരമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിരിക്കുന്ന ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ട മണ്ണാണ് ഗസ. അതിന് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക അടക്കം ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ശേഷം ഗസയിൽ നടന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റാതെ നാണം കെട്ടുകൊണ്ട് തോറ്റ് തുന്നം പാടുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിന്റെ സൈന്യത്തിന് ഉണ്ടായിടത്തേക്ക് അമേരിക്കൻ സൈന്യം ഈ മണ്ടത്തരം ഏറ്റെടുക്കാൻ വേണ്ടി വരും എന്ന് പറയുന്നത് തന്നെ തെറ്റായിരിക്കുന്ന പ്രവണതയാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക മേധാവികളെ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. അവർക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റുക? ഗസയിൽ ഇറങ്ങിക്കൊണ്ട് അമേരിക്കൻ സൈനികർ പാലസ്തീനികളെ മാറ്റാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ പുതിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളുണ്ടാവും. പിന്നീട് അത് വലിയ രീതിയിൽ ഏറ്റുമുട്ടലുണ്ടാവും. നിൽക്കക്കളി ഇല്ലാത്ത രീതിയിൽ നാണം കെട്ട് ഓടിപ്പോകേണ്ട സ്ഥിതിവിശേഷം വിയറ്റ്നാമിൽ എങ്ങനെയാണോ നടന്നത് അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഗസയിൽ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് അറിയാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വെടി പൊട്ടിച്ചു എന്നല്ലാതെ ഗസ എന്ന് പറയുന്ന ദേശത്തിന്റെ മണ്ണിലേക്ക് അമേരിക്കയുടെ സൈനികർ ഇറങ്ങാൻ വേണ്ടി കാൽമുട്ട് വിറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.